അമ്മോ ഭയങ്കര ചൂട്. എന്തെങ്കിലും വെള്ളം ഷേക്കാ വെള്ളം എന്തെങ്കിലും. നമ്മള് മൈസൂരിന്ന് മേടിച്ച വാട്ടർമെലൻ ഉണ്ടല്ലോ, നമുക്ക് അതുകൊണ്ട് മിൽക്ക് ഷേക്ക് നമ്മൾ ഇന്ന് വാട്ടർമെലൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം പോകുക. നമുക്ക് വാട്ടർമെലൻ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കാം. കുടിക്കോ? അവൻ വലിയ ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട്. കുടിക്കോ? അങ്ങനെ നിങ്ങൾ ഇന്ന് ഇൻട്രോയിൽ ഇപ്പൊ കണ്ടല്ലോ, നമ്മൾ ഇന്നിപ്പോ വാട്ടർമെലൻ ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പൊ ഇവിടെ ഊട്ടിയിലത്തെ ക്ലൈമറ്റ് പകല് ഭയങ്കര ചൂടാട്ടോ. ഇച്ചായനാണെങ്കിൽ വെള്ളം കൊണ്ടുപോകാറില്ല. ഒരു ദിവസം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇനി മുതൽ ഞാൻ വെള്ളം കൊണ്ടുപോവാണ്, അതുപോലെ തേഴ്സ്റ്റി ഫീൽ ചെയ്യുക, ചൂടും കൂടിയാണെന്ന് ഇച്ചായൻ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഈ ചൂട് തന്നെ ഇച്ചായന് താങ്ങാൻ പറ്റത്തില്ലെങ്കിൽ അപ്പം നാട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും? നാട്ടിലത്തെ അവസ്ഥ പിന്നെ ഞാൻ പറയണ്ടല്ലോ, ഇതിനെക്കാട്ടിലും എക്സ്ട്രീമാണ് ചൂട് അവിടെ. ഇവിടെ ആണെങ്കിൽ പകൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇത്രയും ചൂട്. രാത്രി ആവുമ്പോൾ ഉണ്ടല്ലോ നല്ല ചില്ല് ക്ലൈമറ്റാണ്. അയ്യോ, സംസാരിച്ച് മിൽക്ക് ഷേക്കിൻ്റെ കാര്യം മറന്നു. അങ്ങനെ ആദ്യം നമ്മൾ വാട്ടർമെലൻ കട്ട് ചെയ്തിട്ട് അത് ചെറിയ ചെറിയ പീസസ് ആക്കണം. ഇച്ചായൻ ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്ക് എബിക്കുട്ടനും ആഗ്രഹം ചെയ്യണമെന്ന്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ശരി എബിക്കുട്ടനും ഹെൽപ്പ് ചെയ്യട്ടെ, അവനും അവൻ്റെ ഡാഡാനെ ഹെൽപ്പ് ചെയ്യുകയെന്ന് വാട്ടർമെലൻ ഷേക്ക് ഉണ്ടാക്കാൻ. ആക്ച്വലി ഇത് ഞാൻ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. കറക്റ്റ് സമയത്ത് ഷേക്ക് ഉണ്ടാക്കുന്ന കറക്റ്റ് സമയത്ത് ഇച്ചൂട്ടൻ വാശി പിടിക്കുകയായിരുന്നു. അവൻ താഴെ നിൽക്കുന്നേ ഇല്ല. അപ്പോൾ ഇച്ചായൻ പറഞ്ഞു വേണ്ട ഞാൻ തന്നെ ഉണ്ടാക്കാം ഷേക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാണെങ്കിൽ പീസസ് ആക്കി ഇനിയിപ്പം ഇത് മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്കത് ബ്ലെൻഡ് ആക്കി അതിൻ്റെ ജ്യൂസ് എടുക്കാൻ പോവാണ്. അങ്ങനെ അതിൻ്റെ പീസസ് ഒക്കെ ആണെങ്കിൽ നന്നായി ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ ഒരു അരിപ്പ എടുത്തിട്ട് അതിൻ്റെ സീഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം അത് നമ്മളൊന്ന് അരിപ്പ എടുത്തിട്ട് നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതിൽ പാലാണ് ഒഴിക്കാൻ പോകുന്നത്. ഞാനാണെങ്കിൽ നേരത്തെ തന്നെ പാല് തിളപ്പിച്ചിട്ട് അത് ചൂടാറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെച്ചു. ആ പാലാണ് ഇനിയിപ്പം ഈ ഷേക്കിലേക്ക്, ഈ വാട്ടർമെലൻ ജ്യൂസിലേക്ക് ഒഴിക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ആവശ്യമുള്ള പഞ്ചസാരയും ഐസ് ക്യൂബും മിക്സ് ചെയ്യാം. ഞങ്ങൾ ഐസ് ക്യൂബ് മിക്സ് ഇടുന്നില്ല. അത് ഇപ്പോഴാണ് കുട്ടികൾക്ക് 2 പേർക്കൊന്ന് ചുമയൊന്ന് മാറിക്കഴിഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾ ഐസ് ക്യൂബ്സ് ഇടുന്നില്ല. നാട്ടിലാവുമ്പോൾ പിന്നെ ഐസ് ക്യൂബ് മസ്റ്റാണല്ലോ. ഇവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സ് എന്ത് ജ്യൂസ് ഉണ്ടാക്കിയാലും ഇവിടെ ഒരു തണുപ്പുണ്ട്. അപ്പോൾ ഐസ് ക്യൂബ് ഇടേണ്ട ആവശ്യം നമുക്ക് ഇല്ല. ഇനി ഇതിൻ്റെ അകത്ത് ഞങ്ങൾ കസ്കസാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഷേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ 10 മിനിറ്റ് മുന്നേ ആണ് ഞാൻ ഈ കസ്കസ് ആണെങ്കിൽ വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ നോക്കിയപ്പം ഇച്ചായനാണെങ്കിൽ കുറച്ച് വാട്ടർമെലൻ്റെ പീസസ് അതിൻ്റെ അകത്ത് കട്ട് ചെയ്തിടുന്നു. ഇതെന്തിനാന്ന് ചോദിച്ചപ്പം ഇച്ചായൻ പറഞ്ഞു ഷേക്ക് കുടിക്കുമ്പം ഇതിൻ്റെ പീസസ് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. അതുകൊണ്ട് ഇച്ചായൻ കുറച്ച് പീസസ് ഒക്കെ ആണെങ്കിൽ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതിൻ്റെ അകത്ത് ഫൈനൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നതാണ് മിൽക്ക് മെയ്ഡ്. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ്സ് ആണെങ്കിൽ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കുക. പിന്നെ തണുപ്പുണ്ടായതുകൊണ്ട് ഞങ്ങൾ ഫ്രിഡ്ജിൽ വെച്ചില്ല. ആദ്യം ഞങ്ങൾ എബിക്കുട്ടനാണ് ഷേക്ക് ട്രൈ ചെയ്യാൻ കൊടുത്തത്. അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ഇച്ചായൻ കുടിച്ച് നോക്കിയപ്പം ഇച്ചായന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു അത് കുടിച്ചപ്പം. ഇച്ചൂട്ടിന് പിന്നെ ഞങ്ങൾ കൊടുത്തില്ല. ഞങ്ങൾ മിൽക്ക് കണ്ടൻറ്റ് ഉള്ളത് ഐറ്റംസ് ഒന്നും ഇച്ചൂട്ടിന് കൊടുത്ത് തുടങ്ങിയിട്ടില്ല. അതുകൊണ്ട് ഇച്ചൂട്ടനാണെങ്കിൽ വാട്ടർമെലൻ്റെ ജ്യൂസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതാണ് കൊടുത്തത്. പിന്നെ ഞാനും ട്രൈ ചെയ്ത് നോക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ നിങ്ങളെല്ലാവരും വീട്ടിലിത് ഉണ്ടാക്കി നോക്കുക. അങ്ങനെ ഇന്നത്തെ ഈ മിനി വ്ലോഗ് ഇന്ന് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ടിൽ ദെൻ ബൈ.